ഹലോ ഫ്രണ്ട്സ്, ആയുർസിദ്ധിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് റോസ് പെറ്റൽസ്, റോസാപ്പൂക്കൾ ഇതളുകൾ ശേഖരിച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ നല്ല രീതിയിൽ ഉണക്കി പൊടിച്ചെടുക്കുന്നതെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ വീടുകളിലൊക്കെ ഇത് സിമ്പിളായിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. ഞാൻ എൻ്റെ പ്രോഡക്ട്സിലേക്ക് ഇതുപോലെ ബൾക്കായിട്ടാണ് ഞാനത് ചെയ്തെടുക്കാറ്. പിന്നെ ചെറിയ രീതിയിൽ നമ്മൾക്ക് പല റോസാപ്പൂക്കൾ കളക്ട് ചെയ്തിട്ട് ചെയ്യാവുന്നതാണ്. ഫ്രഷ് ആയിട്ടുള്ളത് നമ്മുടെ വീടുകളിൽ തന്നെ വിരിയുന്നതാണെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഒരു 250 ഗ്രാമോളം റോസ് നമ്മൾ ഇതളുകളാക്കിയ ശേഷം ഉണക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണെന്നൊന്ന് നോക്കാം. അപ്പോൾ ഈ റോസാപ്പൂക്കൾ നമ്മൾ ശേഖരിച്ച് ഇതുപോലെ ഇതളുകളാക്കി എടുക്കാം. ഇതുപോലെ ഇതളുകളാക്കി എടുത്ത ശേഷം നമ്മൾക്ക് അതിനെ വെള്ളത്തിൽ, ശുദ്ധമായ വെള്ളത്തിൽ നമ്മൾക്ക് ഇതിനെ ഒന്ന് വാഷ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ വാഷ് ചെയ്തെടുക്കുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ചാൽ അതിലിണങ്ങി എന്തെങ്കിലുമൊക്കെ പൊടികളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കീടങ്ങളോ പ്രാണികളോ ഒക്കെ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്നുണ്ടാവും. ചെറിയ ചെറിയ പ്രാണികളുണ്ട്, അതെല്ലാം പോയി കിട്ടും. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് അതിനെ വാഷ് ചെയ്തെടുത്ത ശേഷം ഇങ്ങനെ ഓരോ ട്രേകളിലേക്ക് നമ്മൾക്ക് ഉണക്കാനായിട്ടിടാം. അപ്പോൾ ഇത് വെള്ളം പെട്ടെന്ന് ഇവാപ്പറേറ്റ് ചെയ്ത് പോകും, കാരണം നല്ല ചൂടാണ് പുറത്തൊക്കെ. അപ്പോൾ നമ്മളിത് ഒരിക്കലും കൊണ്ടുപോയി ടെറസിൻ്റെ മുകളിൽ അങ്ങനെയൊന്നും വെക്കരുത്. വെയിലടിക്കാത്ത ഒരു ഭാഗത്ത് വേണം ഇത് വെക്കാൻ കേട്ടോ. ഡയറക്റ്റ് ഇതിലേക്ക് സൂര്യപ്രകാശം അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ എല്ലാ ഗുണങ്ങളും തന്നെ നഷ്ടപ്പെടും. അപ്പോൾ അതുകൊണ്ട് തണലിൽ വെച്ചിട്ട് ഉണക്കിയെടുക്കുകയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇങ്ങനെ നമ്മൾക്ക് ട്രേകളിലേക്ക് ഇതിനെ പകർത്തി വയ്ക്കാം. അപ്പോൾ ഏകദേശം ഉണക്കാനിടുന്ന സമയത്ത് 2 ട്രേ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വിചാരിക്കും അധികം ഉണ്ടെന്നൊക്കെ, പക്ഷേ ഇത് ഉണങ്ങി വരുമ്പോൾ ഇത് ഏകദേശം ഒരല്പേ കാണുള്ളൂ. അപ്പോൾ ഇതുപോലെ നമ്മൾക്ക് ഇതിനെ ഉണക്കാനിടാം. അപ്പോൾ ഇതിലെ ഈ മോയ്സ്ചർ കണ്ടൻറ്റ് എല്ലാം പോയി നല്ല രീതിയിൽ ഇതിനെ പെറ്റൽസ്, ഉണങ്ങിയ പെറ്റൽ ഫോമിലേക്ക് ഇതിനെ നമ്മൾക്ക് ആക്കിയെടുക്കാം. അപ്പോൾ ആ പെറ്റൽസ് നമ്മൾക്ക് കോസ്മെറ്റിക്സിലെല്ലാം ആഡ് ചെയ്യാം, ധൈര്യമായിട്ട് ആഡ് ചെയ്യാം. നമ്മൾ ഇപ്പോൾ സോപ്പ് ഉണ്ടാക്കുന്നതിലും അല്ലാതെ കോസ്മെറ്റിക് പ്രോഡക്ട്സ്, പിന്നെ നമ്മുടെ ടോണർ മേക്കിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിലേക്കൊക്കെ നമ്മൾ പെറ്റൽസൊക്കെ, നല്ല പെറ്റൽസൊക്കെ ഉപയോഗിക്കണം. അപ്പോൾ പിന്നെ റോസ് വാട്ടർ, നമുക്ക് റോസാപ്പൂവിൻ്റെ ഇതളുകൾ ഡയറക്റ്റ് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാ സാധനങ്ങളും നമ്മൾ മേക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് കൂടുതലായിട്ട് ഇതുപോലെ റോസാപ്പൂവ് വീട്ടിലുള്ളവർക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം, അല്ലാതെ വാങ്ങി ചെയ്യുന്നവർക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. പെറ്റൽസായിട്ട് നമ്മൾക്ക് വാങ്ങാനൊക്കെ കിട്ടും കേട്ടോ. അത് ഫ്ലവർ വാങ്ങിയിട്ട് നമ്മൾക്ക് പെറ്റൽസാക്കി എടുക്കാം. എന്നിട്ട് നമുക്കിങ്ങനെ ഞാൻ ഏകദേശം ഒരു 5 days ഇത് വെച്ചിട്ടുള്ളൂ. അത് തന്നെ ധാരാളമാണ്, കാരണം ഒരു 4ാമത്തെ ദിവസം തന്നെ ഇതിന് നല്ല രീതിയിൽ ക്രിസ്പി ഫോമിലേക്ക് തന്നെ ഇത് ഉണങ്ങി നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ഗുണങ്ങളുണ്ട് ഇതിന്. അപ്പോൾ ഈ ഒരു ഫോമിലേക്കാണ് ഒരു 5 ദിവസം ആയപ്പോഴേക്കും ഇത് കിട്ടിയേക്കുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് നന്നായിട്ട് പൊടിച്ചെടുക്കാം കേട്ടോ. പൊടിക്കുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടില്ല. അപ്പോൾ ഒരു ചെറിയ വീഡിയോ ഒക്കെ നിങ്ങളെ കാണിച്ചു തരാമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അത് ഈ രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പ്രോഡക്ട്സ്, ഇത് പൊടിച്ച ശേഷം പ്രോഡക്ട്സ് ഉണ്ടാക്കുന്ന പല വീഡിയോസ് ഉണ്ട് ഇടാനായിട്ട്. അപ്പോൾ അതൊക്കെ മറ്റൊരു വീഡിയോയിൽ ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ പറ്റാവുന്നവരൊക്കെ കോസ്മെറ്റിക്സിൻ്റെ സോപ്പുകളൊക്കെ വീട്ടിൽ ചെയ്യുന്നവർക്ക് ഇതുപോലെ പൊടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഉണക്കിയിട്ട് പൊടിച്ചെടുക്കുന്നത് ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ, അടുത്ത വീഡിയോയിൽ ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചെയ്യാൻ നോക്കുക. നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഇത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട് റോസാപ്പൂക്കൾക്ക്. നമ്മുടെ സ്കിന്നിനൊക്കെ അത്രയ്ക്ക് നല്ല ബെനിഫിറ്റ്സാണ് ഇത് തരുന്നത്. എല്ലാവർക്കും അറിയാം, അത് എടുത്തൊന്നും പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാം. അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്യാൻ നോക്കുക. വീടുകളിലിരുന്ന് സോപ്പ് ഉണ്ടാക്കുന്നവർക്ക് നല്ലതാണ്. ക്രീമിലൊക്കെ ചേർക്കാൻ ഏറ്റവും ബെറ്റർ ആട്ടോ. അപ്പോൾ ഇപ്പോൾ ടാനിങ് എഫക്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ റോസാ ഫ്ലവറിന്. നമുക്കതൊക്കെ വളരെ ഗുണം ചെയ്യുന്നുണ്ട് നമ്മുടെ പ്രോഡക്ട്സിൽ. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ചെയ്ത് നോക്കാം. പിന്നെ ആയുർസിദ്ധി ഒരുപാട് വീഡിയോസ് നമ്മുടെ പ്രോഡക്ട്സിൻ്റെ ഇട്ടിട്ടുണ്ട്. മാക്സിമം എല്ലാവരും കയറി കാണുക. ആയുർസിദ്ധിയുടെ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പ്രോഡക്ട്സ് എല്ലാം കണ്ടിട്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ നിർത്തുന്നു.